പ്രൈസ് ദി ലോർഡ്. ഈ വയ്യ സമയത്ത് ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സന്നാഹത്തിൽ കടന്നു വരുവാനും കർത്താവിനെ ഒരു പ്രാവശ്യം സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം സഹായിച്ച ഈ വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസി, അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ ആക്ച്വലി നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സിഡ്നി, ബാംഗ്ലൂരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേവദാസന്മാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ദൈവത്തെ അവരെല്ലാം കർത്താവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ പാസ്റ്റർ ആഗ്രഹം ചേർന്നപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റെല്ലാം സെറ്റപ്പ് ചെയ്തൊരു കാര്യം ഞാൻ ഇത്രയും നാളും അത്രയും ശ്രദ്ധിച്ചില്ല. പക്ഷേ എല്ലാം സെറ്റപ്പ് ചെയ്ത് പാടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. എന്നാൽ കർത്താവിന്റെ ദാസൻ അത് വളരെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാലും ചെയ്യുന്നുണ്ട്. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അത്ര നല്ലവനാണ്. അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹം പകരട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ദേവദാസൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഒത്തിരി പ്രസംഗിക്കുന്നവരാ, പല സ്റ്റേജുകളിലും പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ എവറി ടൈം വെൻ ഐ ഗോ ടു എ സ്റ്റേജ് ഒരു ചെറിയ ഭയം ഉള്ളിലുണ്ടെന്ന്. അത് ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല, എന്നാൽ എവറി ടൈം വെൻ ഐ സ്പീക്ക് ഒരു ചെറിയ ഭയം ഉള്ളത് നല്ലതാ. കാരണം നമ്മൾ ദൈവവചനമാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. യു ആർ ആക്ച്വലി സ്പീക്കിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ ഒരു ഭയം എപ്പോഴും ഉള്ളത് നല്ലതാണ്. നമ്മൾ എന്താണ് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കൊരു വലിയ അറിവ് വേണം. ഇത് ഇരുവായത്തുള്ള വാളാണ് ദൈവത്തിന്റെ വചനം. ആ വചനം എടുത്ത് പ്രസംഗിക്കുമ്പോൾ വളരെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വായിൽ അറിയാതെ പോലും ഒരു തെറ്റും വരാൻ പാടില്ലെന്ന് പ്രാർത്ഥനയുള്ള ഒരാളാണ് ഞാൻ. കാരണം ദൈവം നമുക്ക് തരാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഇന്ന് രാത്രികാലം ദൈവം അതിനുവേണ്ടി എണ്ണയെ ഒരുക്കട്ടെ. കേൾക്കുന്ന നിങ്ങളുടെയും ഹൃദയങ്ങൾ ദൈവം ഒരുക്കട്ടെ. ഇന്ന് ഒത്തിരി പേരും നമ്മുടെ മതത്തിൽ ഇല്ലെങ്കിലും ഉള്ള നമുക്ക് ഒരുമിച്ച് കർത്താവ് തന്ന ഈ വാക്കുകളെ ഞാൻ മുമ്പേ എനിക്ക് എവിടെയോ ഇത് പ്രസംഗിക്കാതെ ഓർക്കുന്നു. എന്നാൽ ഈ വിഷയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു വന്നു. പിന്നെയും ഈ കാലത്തിന്റെ ഒരു ആവശ്യമെന്ന് എനിക്ക് തോന്നി. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെ, ആരെയും മലയാളത്തിൽ നിന്ന് വായിച്ച് സഹായിക്കണം. 1 മുതൽ 3 വരെ, അതുപോലെ തന്നെ അതിന്റെ 12-ഉം 13-ഉം, അതുപോലെ തന്നെ 10-ന്റെ 36 മുതൽ 39 വരെ, അങ്ങനെ 3 വാക്യങ്ങളെ എബ്രായ ലേഖനത്തിൽ വായിക്കണം. 12-ന്റെ 1 മുതൽ 3 വരെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. മുടന്നുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. ഞാൻ 10-ന്റെ 36 മുതൽ 39 വരെ 3 വാക്യങ്ങൾ മാത്രം വായിച്ചാൽ 10-ന് 36 മുതൽ 39. ദൈവ ഇഷ്ടം ചെയ്ത് വാറ്റത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഞാൻ ഈ 3 വാക്യങ്ങൾ എടുത്ത് വായിച്ചത് നമ്മൾക്ക് എല്ലാവർക്കും എബ്രായ ലേഖനം നല്ലപോലെ അറിയാവുന്ന ഒരു അധ്യായം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതുപോലെ ഡോക്ട്രിൻസ് അടങ്ങിയ ഒരു പുസ്തകം വേദപുസ്തകത്തില്ല. കാരണം ഉപദേശങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തൊരു പുസ്തകം ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മൾ കാണാറില്ല. കർത്താവ് നമ്മളോട് നേരിട്ട് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് തോന്നും. ഞാൻ ഈ വിഷയത്തെ പറ്റി ചിന്തിച്ചപ്പോൾ ഒരു വ്യക്തിയെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ആ വ്യക്തി നാട്ടില് ജനിച്ചു വളർന്നാണ്, പക്ഷെ പിന്നീട് കാനഡയിൽ വന്ന് അവിടെ വന്ന് ജീവിച്ചു. താന് ജനിച്ചു വളർന്നത് ആ സാഹചര്യത്തിൽ നിന്ന് മാറി കാനഡയിൽ വന്ന് താമസിച്ചപ്പോൾ പുള്ളിക്ക് ഇവിടെ വന്നൊരു പ്രത്യേക നല്ല ജോലിയൊന്നും കിട്ടിയില്ല. പക്ഷെ വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് ഒരു കുഴപ്പമുണ്ട്, പുള്ളിക്ക് നുണ പറയാൻ അറിയത്തില്ല. സത്യമല്ലാതെ താൻ തന്റെ ജീവിതത്തിൽ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അപ്പൊ പുള്ളി പല ജോലികൾ ഇങ്ങനെ മാറി മാറി അവസാനം ഒരു വീട് വിൽക്കാവുന്ന ഒരു ജോലിയിലേക്ക് കയറി. പുള്ളി മരിച്ചു കിടന്നപ്പോൾ പുള്ളിയെ പറ്റി പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ നേരിട്ട് എനിക്ക് അനുഭവമില്ല. അപ്പൊ പുള്ളി മരിച്ചു കിടന്നപ്പോൾ ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോൾ ആ വ്യക്തി ഇങ്ങനെയാണ്, ഈ വ്യക്തി ഒരിക്കൽ വീട് വിൽക്കാൻ പോയിട്ട് ഈ വീടിന്റെ എല്ലാം നന്മയും തിന്മയും ഒരുപോലെ പറയും. അപ്പൊ ഞാനിപ്പോ ഒരു വീട് മേടിക്കാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ തിന്മ പറയത്തില്ല, അല്ലെ വീട് വിൽക്കാൻ പോവുകയാണെങ്കിൽ.
മേടിക്കുന്നവൻ തിന്മ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം നന്മ പറഞ്ഞാൽ മാത്രമേ ആ വ്യക്തി വീട് മേടിക്കുകയുള്ളൂ. അപ്പൊ ഈ വ്യക്തി ഒരു കൊല്ലത്തോളം അവിടെ വീട് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി ആ മാർക്കറ്റിൽ കൂടെ നടന്നു. എന്നാൽ ഒരൊറ്റ വീട് പോലും പുള്ളിക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം എന്താ? പുള്ളിക്ക് നുണ പറയാനാകത്തില്ല. ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും നുണ പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ആ വ്യക്തിയെ പറ്റി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇതുപോലെ ഒരു വിശ്വാസമുള്ള ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എന്ത് ഛേദം വന്നാലും സത്യം വിട്ട് താൻ ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ച ഒരു വ്യക്തി. തന്റെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും, തന്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടങ്ങൾ വന്നു, പലപ്പോഴും കഷ്ടപ്പെട്ട് ജോലി ഇല്ലാതെ ജീവിച്ച കാലഘട്ടങ്ങൾ ആ വ്യക്തിക്ക് കാണും. പലപ്പോഴും ജോലികൾ മാറി മാറി പോകേണ്ട ഗതികേട് വന്നിട്ടുണ്ടാകും. എന്നാൽ സത്യം വിട്ട് താൻ ഒന്നും ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് ആയിരുന്നു ആ വ്യക്തി എന്ന് ഞാൻ മരിച്ചു കിടന്നപ്പോൾ ആ വ്യക്തിയെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടു. അമേരിക്കയിൽ ഒരിക്കൽ മദർ തെരേസ വന്നപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ തന്റെ ജീവിതത്തിൽ താൻ വിശ്വസിച്ച ചില കാര്യങ്ങൾ, ഉറപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ വാഷിംഗ്ടൺ DC പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ അവിടെയുണ്ട്. അപ്പൊ ബിൽ ക്ലിന്റൺ അതെല്ലാം കേട്ട് വെച്ച് തിരിച്ച് ഒരു അക്ഷരം പോലും ഇണ്ടാതെ തിരിച്ച് തന്റെ കാറിൽ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വ്യക്തി ചോദിച്ചു, ഇത്രയെല്ലാം ഈ എബോർഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഈ സ്ത്രീ സംസാരിച്ചല്ലോ, നിങ്ങൾ എന്താ ഒന്നും പറയാഞ്ഞത്? കാരണം ബിൽ ക്ലിന്റന്റെ വിശ്വാസവും തന്റെ ലെഫ്റ്റ് ഐഡിയയ്ക്കും വളരെ എതിരായിട്ടായിരുന്നു ഈ സ്ത്രീയുടെ സംസാരം. അപ്പോൾ ബിൽ ക്ലിന്റൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും നല്ലൊരു ജീവിതം പങ്കുവെച്ച അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ജീവിതം കാഴ്ചവെട്ട ഒരു സ്ത്രീയെ പറ്റി ഞാൻ എന്ത് പറയാനാ? നമ്മുടെ ജീവിതത്തില് പലരും നമ്മൾക്ക് പല ഉപദേശങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ മാതൃക കണ്ടിട്ട് നമ്മളെപ്പറ്റി ഒരു വാക്ക് പോലും പറയാൻ അവർക്ക് പറ്റാത്ത രീതിയിലേക്ക് ഉള്ള ഒരു ജീവിതം നയിക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന അങ്ങനെ ദൈവം ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ വളർന്നു വരയണം. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ലോകത്ത് ജീവിക്കുമ്പോൾ ആർക്കും ഒന്നും പറയാൻ സാധിക്കാത്ത സത്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന വിശ്വാസികളായിട്ട് നമ്മൾ മാറണം. അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് നമ്മളെ മുറുകെ പറ്റുന്ന പാപം എല്ലാം വിട്ടിട്ട് വി ഷുഡ് റൺ അവർ റേസ്, നമ്മുടെ ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടുക. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒരു ലിറ്റററി സെൻസിൽ ഇത് എഴുതിയേക്കുന്ന ആള് ഈ ടെക്സ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്ററാണ്. ഈ പുസ്തകം ആരെ എഴുതുന്ന ആർക്കും ഇതുവരെ ഒരു 100% പൗലോസ് എഴുതുന്ന ആർക്കും പറയാൻ പറ്റുന്നില്ല. വേറെ ആരും എഴുതിയാന്ന് പറയുന്നു. എന്നാൽ ഇതിന്റെ ഓത്തറിന്റെ രീതി, എഴുത്തുന്ന സ്റ്റൈലൊക്കെ കണ്ട പൗലോസ് എന്ന് പലപ്പോഴും, എന്നാൽ കിങ് ജെയിംസ് വെർഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് അപ്പോസ്തലനായ പൗലോസ് എന്ന് നല്ല ക്ലിയർ ആയിട്ട് അതിന്റെ ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പലരും വേറെ ഒരു പുസ്തകങ്ങൾ ESVയോ അങ്ങനെ ന്യൂ ഇന്റർനാഷണൽ വെർഷനോ ഇങ്ങനെയുള്ള വെർഷൻസിലൊന്നും ആരെ എഴുതുന്നുള്ള പേര് കൊടുത്തിട്ടില്ല. അതെന്തുവാട്ടെ, ഈ എഴുതിയ ആൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ. ഈ മോഡേൺ സ്കോളേഴ്സായ പലരും പറഞ്ഞിരിക്കുന്നത് ഈ എഴുത്ത് ഒരു സാധാരണ എഴുത്തല്ല, ഇത് ഒരു കൂട്ടം ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയതാണ്. എന്ന് പറഞ്ഞാൽ വളരെ ക്ഷീണിച്ച് വിശ്വാസത്തിൽ തളർന്ന് എന്തും ഏത് സമയത്തും സംഭവിക്കാവുന്ന രീതിയിൽ അങ്ങനെ വളരെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയാന്ന് ഈ മോഡേൺ സ്കോളേഴ്സ് എല്ലാം ഈ എഴുത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ എബ്രായ ലേഖനത്തെ പറ്റി സംസാരിക്കുന്നു. അത് മാത്രമല്ല, ഈ വ്യക്തി ഒരു സാധാരണ വ്യക്തിയൊന്നും അല്ലായിരുന്നു. സാധാരണക്കാരനാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കോമ്പോസിഷൻ, എഴുതിയിരിക്കുന്ന കോമ്പോസിഷൻ രീതി കണ്ടു കഴിഞ്ഞാൽ ഈ വ്യക്തി, ഈ സ്കോളേഴ്സ് പറഞ്ഞ ഈസ് എ വെൽ സ്കൂൾഡ് പേഴ്സൺ, നല്ലപോലെ പഠിച്ച ഒരു വ്യക്തിയായിരുന്നു. ആരും ആവട്ടെ, നല്ലപോലെ പഠിച്ച് ആർട്ട് ഓഫ് കോമ്പോസിഷൻ നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തി ഇത് എഴുതി ഒരാളെ മനസ്സിലാക്കി, അത് വായിക്കുന്നവൻ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ, അപ്പൊ തന്നെ ആഴമേറിയ സത്യങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ എഴുതിയ ഒരു പുസ്തകമാണ് ഇതെന്ന് ഈ മോഡേൺ സ്കോളേഴ്സ് എല്ലാം പറയുന്നു. പക്ഷേ തനിക്ക് ഏറ്റവും ഒരു ഗുണമെന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സിലുള്ള കാര്യം, താൻ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുവോ ആ കാര്യത്തെ വളരെ ക്ലിയർ ആയിട്ട് വായിക്കുന്നവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എഴുതുക. അത് സാധാരണക്കാരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ എഴുത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾക്കറിയാം, ഈ നല്ല എഴുത്തുകാരുണ്ട്. അപ്പൊ തന്നെ എല്ലാവരും എഴുതാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ആ എഴുത്തിൽ സക്സസ് ആകത്തില്ല. ബിക്കോസ് ദേ ആർ റൈറ്റേഴ്സ്. അവർക്ക് നല്ല ദൈവം അങ്ങനെ ഒരു ജ്ഞാനം അവർക്ക് കൊടുത്തിട്ടുണ്ട്.
അവരെഴുതുന്നതും നമ്മൾ സാധാരണക്കാർ എഴുതുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എന്റെ മനസ്സിലുള്ള ആ തോട്ട്സിനെ ശരിക്കും മറ്റൊരാളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ, അല്ല മനസ്സിലാക്കുവാൻ എനിക്ക് ഞാനൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്ററാണ്. ഈ പുസ്തകം എഴുതിയ ഒരാൾ എഫക്റ്റീവായിട്ട് അത് എഴുതിയിട്ടുണ്ട്. കേൾക്കുന്ന ആൾക്കും വായിക്കുന്ന ആൾക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഇത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സാധാരണക്കാരൻ എഴുതിയ പുസ്തകമല്ല. പക്ഷെ എൻ്റെ വ്യക്തിപരമായ ഒരു 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 അനുഭവം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഇതാരും എഴുതിയതല്ലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ എഴുതിയതാണ്. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് എഴുതി, അല്ലെ ഇത്ര ക്ലിയർ ആയിട്ട്, ഇത്ര എഫക്റ്റീവായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് എഴുതി മനസ്സിലാക്കുവാൻ സാധാരണക്കാരനെ കൊണ്ട് സാധിക്കുന്നുണ്ടാകും. ഓത്തർ ഈസ് ദ ഹോളി സ്പിരിറ്റ് ഹിംസെൽഫ്. ഒരു മനുഷ്യൻ എഴുതിയായിരിക്കും, എന്നാൽ സാധാരണക്കാരെ കൊണ്ട് പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും. ദൈവത്തിന്റെ വചനം പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാർ എഴുതിയിട്ടുണ്ട്. ഇന്ന് ചർച്ചിൽ പാഷ പ്രസംഗിച്ച് ഞാൻ ഒരു വിഷയം ഞാൻ വളരെ വളരെ അട്രാക്ട് ചെയ്തു. കാരണം വിധവമാരെ ഇവിടെ മേശയിൽ അവരെ ശുശ്രൂഷ ചെയ്യേണ്ട ഒരു വ്യക്തിയായിരുന്നു സ്തേഫാനോസ്. ഈ സ്തേഫാനോസിന്റെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നൊരു പ്രസംഗം പ്രസംഗിച്ചു. പിതാക്കന്മാരുടെ കാലം മുതൽ, അതുകൊണ്ട് നമ്മുടെ പിതാവായിരുന്ന അബ്രഹാം മെസൊപ്പൊട്ടേമിയയിലായിരുന്നപ്പോൾ തേജോമയനായ കർത്താവ് അവന് പ്രത്യക്ഷമായി. ആ ചരിത്രം മുഴുവൻ ഇസ്രായേൽ മക്കളെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം, അവസാനം വേറെ ശക്തിയോടെ അവർ പറഞ്ഞു, നിങ്ങൾ കൊലയാളികളാണ്. അത്രയ്ക്ക് ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവ് സ്തേഫാനോസ് ഒരു സാധാരണക്കാരിൽ കൂടെ സംസാരിച്ചു. അവസാനം അവനെ കല്ലെറിഞ്ഞു കൊന്നു. എന്നാൽ ഇത്രയും ശക്തമായി ആ വ്യക്തി അവിടെ നിന്ന് പ്രസംഗിച്ച് മരണം തനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. തന്നെ കൊല്ലുമെന്ന് തനിക്ക് അറിയാമായിരുന്നു. എന്നാൽ താൻ പറയേണ്ടതെല്ലാം ആ സാന്നിധ്യത്തിന്റെ സഭയിൽ വെച്ച് താൻ മുഴുവനും പറഞ്ഞതിന് ശേഷമാണ് അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നത്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയാനുള്ള ഇതാ, പല കാര്യങ്ങളും നമ്മൾ പിൻപോട്ട് വലിയുന്നവരാ, പല സത്യങ്ങളും നമ്മൾ പറയാതെ പലതും ഒളിച്ചു വെച്ച് ജീവിക്കുന്നവരാ. നമ്മുടെ ജീവിതത്തിലെ പല നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പലതും ഒളിച്ചു വെച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മളോട് പറയാനുള്ള ഒരു കാര്യവും സത്യം നമുക്കറിയാമെങ്കിൽ അത് വിളിച്ചു പറയുക തന്നെ ചെയ്യണം. ഒരു ശരിയായ വിശ്വാസി അവൻ എന്തായിരിക്കണം? സത്യം പറഞ്ഞ ഛേദം വന്നാലും മാറ്റം വരാത്തവനായിരിക്കണം. എന്ത് നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വന്നാലും സത്യം പറഞ്ഞിട്ട് നമുക്കൊരു നഷ്ടം ഇവിടെ സംഭവിച്ചാൽ അത് വരട്ടെ എന്ന് വെച്ച് നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു പ്രത്യേക ഉപദേശമാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ പുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് 10:36-39 വാക്യങ്ങൾ. ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ പോകും. Therefore do not cast away your confidence, which has great reward, for you have need of endurance, so that after you have done the will of God, you may receive the promise. For yet a little while, and he who is coming will come and will not tarry. Now the just shall live by faith. ആദ്യമായിട്ടാണ് ഈ പുസ്തകത്തില് ഈ വാക്യം, വിശ്വാസം എന്നുള്ളൊരു വാക്യം ഉപയോഗിക്കുന്നത്. ഇതൊരു ഹുക്ക് വേർഡാണ് കേട്ടോ. ഇത് ഒന്നിനോടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാ. എന്താണെന്നറിയാവോ? ഇത് 10:36 അതെ 38 വാക്യത്തിൽ ഇത് പറയുന്നത്. ഇത് പിന്നെ കണക്ട് ചെയ്യുന്നത് 11:1 ഒരു ഹുക്ക് വേർഡായിട്ട് നമുക്കിവിടെ കാണാം. അവിടെ വിശ്വാസം എന്നുള്ള വാക്കിവിടെ ഉപയോഗിച്ചിട്ട് അതിനെ കണക്ട് ചെയ്യുന്നത് 11 അധ്യായത്തിലാണ്. അതിൽ പറയുന്നത്, പിന്നെ പറയുന്നതാണ് വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയവുമാകുന്നു. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ ഒരു പദം ഈ വാക്യത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ 11 അധ്യായത്തിലോട്ട് അങ്ങ് പോവുക. 11 അധ്യായത്തിന്റെ 2 മുതൽ 40 വാക്യങ്ങൾ ഒരു ഗ്രാഫിക് പിക്ചറാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളും അവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസവീരന്മാരുടെ പട്ടികയും അവരുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള അവരുടെ ഏറ്റുമുട്ടലും ദൈവമായിട്ടുള്ള അവരുടെ ആ കണക്ഷനും അവർ അനുഭവിച്ച അനുഭവങ്ങളൊക്കെ ഒരു ഗ്രാഫിക് ആയിട്ടാണ് അവിടെ പിക്ചർ ചെയ്തിരിക്കുന്നത് 40 വാക്യങ്ങളിൽ. ഈ വ്യക്തികളെ പറ്റിയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിലെ ഈ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ ഈ കേൾക്കുന്ന വായിക്കുന്നവർക്ക് അറിയാമായിരുന്നു. അബ്രഹാമിനെ അവർക്കറിയാം, ഇസ്ഹാക്കിനെ അവർക്കറിയാം, ഹാബീലിനെ അവർക്കറിയാം. ഈ പറയുന്ന എല്ലാവരെയും അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ വായിക്കുന്ന വ്യക്തികൾക്ക് അറിയാമായിരുന്നു. എന്ന് വെച്ചാൽ അവർ ജൂയിഷ് ആയിരുന്നു, എന്ന് വെച്ചാൽ അവർ യഹൂദന്മാരായിരുന്നു.
അതുകൊണ്ടാണ് എഴുത്തുകാരൻ പറയുന്നത് ഇവരെല്ലാം നമുക്കറിയാം, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, അങ്ങോട്ടൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് അവരെ ആഹ്വാനം ചെയ്യുന്ന ഒരു അനുഭവം. 11-ാം അധ്യായത്തില് ഒരു ഡിസ്ക്രിപ്ഷനാണ്, വലിയൊരു വിശ്വാസത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെയും നിശ്ചയമാകുന്ന 40 വാക്യങ്ങൾ അങ്ങനെ പറഞ്ഞേച്ച് സഡൻ ആയിട്ടാണ് 12-ാം അധ്യായത്തിൽ വരുമ്പോൾ therefore, ആകയാൽ, അവിടെ ഒരു എംഫസിസ് വരുന്നുണ്ട്. ഇത്രയും നേരം പറഞ്ഞതെല്ലാം പറഞ്ഞേച്ച് ഒരു പ്രത്യേക ഉപദേശങ്ങളോ അല്ലെങ്കിൽ പ്രബോധനങ്ങളോ ഒന്നും ഈ അധ്യായത്തിലില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഈ 40 വാക്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഉടനെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇനി നിങ്ങളോടാ എനിക്ക് ഉപദേശിക്കാനുള്ളത്, ഇനി നിങ്ങളോടാ എനിക്ക് പറയാനുള്ളത്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നിങ്ങൾക്ക് ചുറ്റും നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന എല്ലാം വിട്ടേച്ച് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അത് വെറുതെ ഒന്നും ഓടുകയല്ല നിങ്ങൾ, ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരാളുണ്ട്. അതാരാന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനെ നോക്കുക എന്ന് പറഞ്ഞാൽ പഴയ നിയമ വിശ്വാസികളെല്ലാം ഓടി അവരെല്ലാം ജയിച്ചു, സത്യമാണ്. എന്നാൽ ഒരു പെർഫെക്റ്റ് റെസ്റ്റ് കം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതായ യേശു വന്നു. അവൻ തന്നെത്താൻ ക്രൂശോളം താഴ്ത്തി അതിലെ അസഹ്യമായ വേദന അവൻ സഹിച്ചു. നമ്മൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അവന്റെ അപ്പനായ ഫിലിപ്പാണ് ഈ ക്രൂശീകരണം എന്നുള്ള ഒരു സംഗതി കൊണ്ടുവന്ന ലോകത്തിൽ. ഈ ഫിലിപ്പ് കൊണ്ടുവന്ന ഒരു സംഗതി പിന്നീട് അത് റോമൻസ് ഏറ്റെടുത്തു. റോമൻസിന്റെ കാലം വന്നപ്പോഴത്തേക്ക് ഇതിനുകൊണ്ട് എത്ര വേദന ഒരു മനുഷ്യനെ എടുപ്പിക്കാവോ അതേ രീതിയിൽ അവരൊന്ന് ശരിക്കൊന്ന് പഠിച്ചെടുത്തു. എന്നിട്ട് അവർ പല എക്സ്പെരിമെന്റുകൾ അതിൽ ചെയ്തു. എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വേദനയോട് ഒരു മനുഷ്യൻ മരിക്കാൻ സാധിക്കും? ഇത് കണ്ട് പിന്നെ വേറെ ഒരുത്തിനും ആ കുറ്റം ചെയ്യരുത്. കാരണം ആ രാജ്യത്തിന്റെ വളരെ ഒരു ഡിവൈൻ സിസ്റ്റമാണ് റോമിന്. ആ റോമിന്റെ സിസ്റ്റത്തിന്, സൊസൈറ്റിയിൽ ഇതിന് എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവൻ മരിക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കും എന്ന് അവർ തീരുമാനിച്ചു. അവരെ പേടിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ പേടിപ്പിച്ച് ഒതുക്കി നിർത്താൻ വേണ്ടി എക്സ്ക്രൂഷിയേഷൻ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായത് ക്രൂശ് മരണത്തിൽ നിന്നാണ്. അത്രയും സ്ട്രോങ് ആയിട്ടൊരു വേദനയാണ് നമ്മുടെ കർത്താവ് അനുഭവിച്ചത്. എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ അവൻ അതിൽ കൂടെ കടന്നുപോയി. അവൻ ആ ക്രൂശിൽ വെച്ചുണ്ടായ ഷെയിം അവനതിനെ മാറ്റി. അവനത് വലിയ പ്രശ്നമല്ലായിരുന്നു. കാരണം അവൻ മുമ്പിൽ ഒരു സന്തോഷം കണ്ടു. കർത്താവ് മുമ്പിൽ ഒരു സന്തോഷം കണ്ടുകൊണ്ട് താൻ ക്രൂശോളം സകലതും സഹിച്ചു. ആ സഹിച്ച യേശുവിനെ നോക്കുവാനാ പറഞ്ഞു. സഹിച്ചവനായ യേശു, അവനെ വിട്ടിട്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വേറെ ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ അത് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് തീർത്തു. നമ്മൾ മറ്റുള്ള ദൈവങ്ങളെയും ദേവന്മാരെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറഞ്ഞ നീ അനുഭവിച്ച് കാണിക്കുക, എന്നിട്ട് എന്നെ പ്ലീസ് ചെയ്യ്. യു ഡു ഇറ്റ്, യു ഷോ മീ ദാറ്റ് യു ലവ് മീ, ദെൻ പ്ലീസ് മീ. എന്നാൽ യേശു അതല്ല പറഞ്ഞത്. അവൻ തന്നെത്താൻ സഹിച്ചു. അവനൊരു മാതൃകയായി തീർന്നു. അവൻ ക്രൂശോളം ഇത് സഹിച്ച് ക്രൂശിലെ വേദന, സ്വർഗത്തിൽ നിന്ന് സകല മഹിമകളും വിട്ട് ഈ ലോകത്തിൽ വന്ന് മനുഷ്യനായി ജീവിച്ച്, മനുഷ്യനെ പോലെ ജീവിച്ച്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുത്ത മരണം എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ഉള്ള ഒരു മരണമായിരുന്നു. യേശുവിന്റെ കാലത്ത് പലരെയും ക്രൂശിച്ചിട്ടുണ്ട്. റോമ സാമ്രാജ്യം ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ ആ കാലഘട്ടങ്ങളിൽ ഏകദേശം 2000-3000 പേരെ അവർ ക്രൂശിച്ചിട്ടുണ്ടെന്നാണ് അവർ ചരിത്രം പറയുന്നത്. അവരുടെ ആരുടെയും പേര് ഇന്ന് ലോകത്തിലില്ല. അവർ മരിച്ചതോടെ ആ പേര് മാഞ്ഞുപോയി. അവരെ പിന്നെ ആരും ഓർത്തില്ല. എന്നാൽ അന്നും ഇന്നും എന്നും ഓർക്കുന്ന 2 പേരുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, പിന്നെ പാപം മനസ്സിലാക്കിയ കള്ളനെ അവൻ ക്രൂശിൽ വെച്ച് മാനസാന്തരപ്പെട്ടതുകൊണ്ട് അവന്റെ പേരും ഇന്ന് മനുഷ്യർ ഓർത്തിരിക്കുന്നു. അവന്റെ പേരില്ല, പക്ഷെ അത് കള്ളൻ എന്നാണെന്നെങ്കിലും അവനെ ഇന്ന് മനുഷ്യർ ഓർക്കുകയും പ്രസംഗിക്കുകയും ചെയ്യും. നീ ഇപ്പൊ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുക അവന്റെ കാര്യം. മുമ്പിൽ വരുന്ന ഒരു സന്തോഷം കണ്ട് കർത്താവ് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർത്തതുകൊണ്ട് നിങ്ങളും
അനുഭവിക്കേണ്ടത് അനുഭവിച്ചേ പറ്റൂ. ഒരു കാര്യം ചെയ്തു. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്തിനെ പറ്റി നമ്മൾ വായിച്ചത്, നമ്മൾ 11-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഞാൻ പറഞ്ഞു. ഈ 11-ാം അധ്യായം എന്ന് പറഞ്ഞ ഒരു സിംഗിൾ യൂണിറ്റാണ്. 1 മുതൽ 40-ാം വാക്യം വരെ അതിനകത്ത് യാതൊരു എക്സോർട്ടേഷനും ഇല്ല, അല്ല പ്രബോധനങ്ങൾ പറയുന്നില്ല. അതൊരൊറ്റ യൂണിറ്റ് ആയിട്ട് കഥ പോലെ പറഞ്ഞു വിടുക. അത് കഴിഞ്ഞാണ് 12-ലോട്ട് കയറിയിട്ടാണ് ആകയാൽ നിങ്ങളും ഇത് ചെയ്തേ പറ്റൂ. അവര് ജയിച്ചു, അത് നിങ്ങൾക്ക് യാതൊരു എസ്കേപ്പും ഇവിടെ ഇല്ല, നിങ്ങളും അത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് എഴുത്തുകാരൻ അവരോട് പറയുന്നത്. അവരുടെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞ ഈ എഴുത്തിന്റെ അർത്ഥം എന്താ? ഈ കർത്താവായ ഈ എഴുത്തുകാരൻ ഇത് എഴുതേണ്ട കാര്യം എന്താ? അവന് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു പേഷ്യൻസ്, അല്ലെങ്കിൽ അവരുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഒരു പേഷ്യൻസ് അവർക്ക് ആവശ്യമെന്ന് നമ്മൾ കണ്ടു. അവർക്കൊന്ന് എൻഡ്യൂർ ചെയ്യണം, ഈ കഷ്ടങ്ങളെയൊക്കെ ഒന്ന് മറികടന്ന് പോകാൻ തക്ക ഒരു ബലം അവർക്ക് ആവശ്യമാണ്. അപ്പൊ അവർക്കൊരു പേഷ്യൻസ് ഇല്ലായിരുന്നു. അതിന്റെ കാരണമുണ്ട്. ഇവരുടെ വിശ്വാസം അത്രയ്ക്ക് ഉറച്ചതല്ലായിരുന്നു എന്നതിന്റെ അർത്ഥം. അവര് നമ്മളെല്ലാം ബിലീഫ് എന്ന് പറയും. വിശ്വാസം എന്ന് പറയുന്നത് ബിലീഫ് അല്ല. ഇപ്പൊ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഒരു തിയറിയിൽ ഒരു ബിലീഫാണ് നമുക്ക്, ഒരു ഫോർമുലയിൽ ഒരു ബിലീഫ് നമുക്കുണ്ട്, ഒരു സയൻസിൽ നമുക്കൊരു ബിലീഫുണ്ട്, ഒരു ഫിലോസഫിയിൽ നമുക്കൊരു ബിലീഫുണ്ട്. എന്നാൽ നമ്മൾ പറയുന്ന ക്രിസ്തീയ വിശ്വാസം ഇങ്ങനത്തെ ഒരു ബിലീഫ് അല്ല. ഒരു തിയറിയിലോ ഒരു തിയോളജിയിലോ ഒരു ഫോർമുലയിലോ ഒരു സയൻസിലോ ഉള്ള ബിലീഫ് അല്ല. ഇതൊരു വ്യക്തിയിൽ അടങ്ങപ്പെട്ട വിശ്വാസമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയും നിന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചോളൂ. വെറുതെയാ, അങ്ങനെ ഒരു കാര്യമില്ല. ആ വിശ്വാസം നിന്റെ ആരിലാണെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ആരിലാണ് നിന്റെ വിശ്വാസം ഇരിക്കുന്നത്? നിന്റെ വിശ്വാസം കർത്താവിനെ, ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ഇസ് ഇമ്പോർട്ടന്റ്. കർത്താവ് എന്ന വ്യക്തിയിലായിരിക്കണം നമ്മുടെ വിശ്വാസം ഉറച്ചിരിക്കേണ്ടത്. അല്ലാതെ സാധാരണ നമുക്കൊരു ബിലീഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമില്ല. നമ്മുടെ വിശ്വാസം എപ്പോഴും കർത്താവിലാണെങ്കിൽ മാത്രമേ അതിനൊരു വിലയുള്ളൂ, അല്ലെങ്കിൽ അതിനുകൊണ്ടൊരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഇറ്റ് ഈസ് എ പേഴ്സൺ. ഫെയ്ത്ത് ഈസ് എ പേഴ്സൺ. യു ബിലീവ് ഇൻ എ പേഴ്സൺ ഹു ഈസ് ദ പെർഫെക്റ്റർ. നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർത്ത ഒരു കർത്താവ്, അവനിലാണ് നമ്മുടെ വിശ്വാസം വേണ്ടത്. അപ്പോൾ നമ്മുടെ ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടുവാൻ നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പിന് ഒരു ആവശ്യം അവിടെ കണ്ടു. അതുപോലെ തന്നെ ഈ എഴുത്തുകാരന് ഒരു ഭയമുണ്ട്. അപ്പൊ തന്നെ വായിക്കുന്നവർക്ക് ഒരു നീഡുണ്ട്. ഈ വായിക്കുന്നവരുടെ നീഡ് എന്നാ നമുക്ക് ആദ്യം നോക്കാം. അവര് ആദ്യം നമ്മൾ നോക്കേണ്ടത് അവർ ഈ വന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ജൂവിഷ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 പേര് പത്രോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് മാനസാന്തരപ്പെട്ടു. അതിൽപ്പെട്ടവരെ കുറച്ച് പേരായിരിക്കാം ഇതിനകത്തുള്ളത്. അല്ലെങ്കിൽ അവര് ഇങ്ങനെ അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ട് വന്നവരായിരിക്കാം. എന്നാൽ യേശുവായിട്ട് യാതൊരു ഡയറക്റ്റ് ബന്ധവും ഇവർക്ക് ഇല്ലായിരുന്നു. അവർ യേശുവിനെ കണ്ടു കാണത്തില്ല, യേശുവിന്റെ കൂടെ നടന്നു കാണത്തില്ല, അവന്റെ അത്ഭുതങ്ങൾ കണ്ടു കാണത്തില്ല. ഇങ്ങനെ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പൊ അവരുടെ വിശ്വാസത്തിൽ അവർ വളരെ വീക്കായിരുന്നു. അതുകൊണ്ട് അവരെ ബലപ്പെടുത്തേണ്ടത് ആവശ്യമെന്ന് ഈ എബ്രായ ലേഖന എഴുത്തുകാരുടെ മനസ്സിലായി. അല്ലെ അവർ തിരിച്ചു പോകും. കാരണം ഈ ബലമില്ലാതെ നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് പലരും ഇങ്ങനെ വന്നിട്ടുണ്ട്. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ നമുക്കുണ്ട്. ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ മുസ്ലിമുകളുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ സഭകളിലെ പല ബാക്ക്ഗ്രൗണ്ടിലുള്ളവരിൽ നിന്ന് എല്ലാം ഈ പെന്തക്കോസ്ത് സഭകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും, ഭൂരിപക്ഷം ആൾക്കാർക്കും നല്ല വിശ്വാസമുള്ളവർ, അങ്ങനെ അവർ ഇറങ്ങി വന്നവർ. എന്നാൽ ചിലർ അതിനകത്ത് ഇന്നും ആ പഴയത് കൊണ്ടു നടക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ശകലം അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. ഇവിടെ ശരിയായില്ലെങ്കിൽ തിരിച്ചങ്ങ് പോകാം. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെയാണ് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് പാരമ്പര്യം പറയാനുണ്ട്. അവർക്ക് വലിയ പാരമ്പര്യം ഇവിടെ പറയാനുണ്ട്. അപ്പൊ എഴുത്തുകാരൻ എബ്രായ ലേഖനം എഴുതിയ അവരോട് പറയുകയാണ്,
കർത്താവായ യേശുക്രിസ്തു പഴയ നിയമ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരുന്നു. പഴയ നിയമ രാജാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനായിരുന്നു. അവൻ പഴയ നിയമ പ്രോഫറ്റ്സിനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. മോശമുള്ള സകല ആൾക്കാരെക്കാൾ ശ്രേഷ്ഠനായിരുന്നു നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യഹൂദ മതത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് അവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. നിന്റെ പാരമ്പര്യത്തെക്കാൾ വലിയവനാണ് കർത്താവ്. അവനെ അനുഗമിക്കുന്ന ക്രിസ്തീയ ഗ്രൂപ്പ് ക്രിസ്ത്യാനിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ജുഡൈസം. എന്താണ് ഈ എഴുത്തുകാരൻ അവരെ പറഞ്ഞ് ഉറപ്പിക്കുക. കാരണം ഇത്രയും വലിയ ഒരു സ്ഥാനം നിനക്ക് നിന്റെ ജീവിതത്തിലും കിട്ടാൻ പോകുന്നില്ല. ഇത്രയും വലിയ ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് കളഞ്ഞിട്ട് നീ പോകരുത്. അതുകൊണ്ട് നീ ഉറപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ വിശ്വാസത്തിലെ കർത്താവ് വിളിച്ചെങ്കിൽ ഏത് കാരണവശാലും ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. നമുക്ക് നിത്യത വേണോ? നിത്യമായതിനെ നമ്മൾ ലക്ഷ്യമാക്കുന്നോ? അത് പെർഫെക്റ്റ് ചെയ്തു നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുക ഒരു പ്രാവശ്യം കൂടെ. എഴുത്തുകാരന്റെ പേടി ഇതായിരുന്നു, അവർ തിരിച്ചു പോവുമോ? അതിനുവേണ്ടി അവരെ ഒന്ന് ഉറപ്പിക്കേണ്ടത് ആവശ്യം എന്ന് ഈ എബ്രായ ലേഖനം എഴുതിയവൻ മനസ്സിലാക്കിയ. അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇന്നൊരു ഭയങ്കര ഭയം എൻ്റെ ജീവിതത്തിലാണ്, നമ്മുടെ തലമുറ ഓർത്ത. അതെന്താണെന്ന് പറഞ്ഞാല്, ഈ ലോകത്ത് ഈ ഇവിടെയുള്ള സകലതും ഈ മോഡേൺ ആയിട്ടുള്ള സകല ആമിനിറ്റീസ് ഓർക്കുന്നുണ്ട്. പുതിയ പുതിയ ടെക്നോളജി, ഗാഡ്ജറ്റ്സ്, ഇപ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനെ പലതും വന്ന് അവരങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു ജീവിതം. ഏത് ആഹാരമാണെങ്കിലും ഇവിടെ കിട്ടും. മെഡിറ്ററേനിയൻ ആണെങ്കിൽ കിട്ടും, ചൈനീസ് കിട്ടും, ഇന്ത്യൻ കിട്ടും, അമേരിക്കൻ കിട്ടും. എവിടെ ചെന്നാലും എല്ലാം ഇന്നത്തെ ലോകത്തിലുണ്ട്. ഇല്ലാത്ത സ്ഥലമില്ല. കാശ് കൊടുത്താൽ എല്ലാം കിട്ടും. നമ്മുടെ പിള്ളേരെ ഇതൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കുക. വാഹനത്തിന് വാഹനം. പക്ഷെ എൻ്റെ ചോദ്യം, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഈ സംഗതികൾ നിങ്ങൾക്ക് ഇല്ലാതെ വന്നാൽ നിങ്ങൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമോ? അതെന്റെ ഭയം. ഇത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലമുറകൾ കർത്താവിനെ ഫോളോ ചെയ്യുമോ എന്നുള്ള വലിയ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചോദിക്കേണ്ടത്. നമ്മളെ തന്നെ ചിന്തിച്ചു നോക്ക്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ആ ഏരിയകളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന, നോർത്ത് ഇന്ത്യയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ദൈവദാസന്മാരുടെ കഷ്ടത കണ്ടാല് നമ്മൾ അങ്ങനെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? തലമുറയുടെ കാര്യം വിട്. എന്നാൽ ഇതെല്ലാം സഹിക്കുന്നവർക്ക് ദൈവം ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ കാര്യമായത്, ഈ ക്രിസ്ത്യൻസിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ അവർ എല്ലാം വിട്ട് വന്നതാണ്. നസ്രായനെ ഫോളോ ചെയ്ത് വന്ന നസ്രാണികൾ എന്ന് പറയാം. അവർ കർത്താവിന്റെ പുറകെ വന്നവരാ. അവരുടെ പേരങ്ങ് മാറ്റി അവരുടെ കുടുംബക്കാർ. അവരെ റിജക്ട് ചെയ്ത് കുടുംബക്കാർ. they started to ridicule them. അവരെ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി. അവരുടെ കുടുംബത്തിനുള്ള ഒരു സ്വത്ത് വകകൾ അവർക്ക് കൊടുത്തില്ല. നമ്മുടെ പിതാക്കന്മാർക്ക് പലർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. കർത്താവിനെ പിൻപറ്റിയത് കൊണ്ട് സകലതും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെയായി വന്ന പലരെയും നമ്മുടെ പിതാക്കന്മാരുണ്ട്. 1 സെന്റ് ഭൂമി പോലും കൊടുക്കാത്തവർ. എന്താ? അവ പെന്തക്കോസിൽ പോയി. ഇങ്ങനത്തെ അനുഭവമുള്ള പലരും നമ്മുടെ കുടുംബങ്ങളിലല്ലേ? അതേ അനുഭവമായിരുന്നു ഈ ജൂയിഷ് ക്രിസ്ത്യൻസിനുണ്ടായിരുന്നത്. അവർക്ക് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് യാതൊരു ഇൻഹെറിറ്റൻസും കൊടുത്തില്ല. അവരെ അങ്ങ് പൂവറാക്കി, എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവരാക്കി. അവർക്ക് ഒരു കാലത്ത് നല്ല ലക്ഷൂറിയസ് ലൈഫ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതാ ഒന്നുമില്ലാത്തവരായി തീർന്നു. ഇപ്പൊ ഓരോ ദിവസത്തെ ആഹാരം അവർക്കൊരു പ്രശ്നമായിട്ട് മാറി. അത് അവിടെ കൊണ്ട് നിന്നില്ല. ഫിസിക്കൽ അബ്യൂസ്, പെർസെക്യൂഷൻ, അടി, മുഖത്ത് തുപ്പുക കണ്ടു കഴിഞ്ഞാൽ. കർത്താവിന്റെ കാലത്ത് കർത്താവ് ഇത് അനുഭവിച്ചു കേട്ടോ. അതാ ഞാൻ പെർഫെക്റ്റർ എന്ന് പറഞ്ഞത്. ഇതെല്ലാം അനുഭവിച്ചാണ് നമ്മുടെ കർത്താവ്. അവന്റെ മുഖത്ത് വരെ ഒരു തുപ്പി. കൂശിമേൽ കടന്നപ്പോൾ വഴിയെ പോകുന്നവർ വരെ അവനെ അപമാനിച്ചു, അവനെ കളിയാക്കി. അല്ല, എന്റെ പ്രശ്നം അതല്ല, എന്റെ ചോദ്യം അതല്ല. ഈ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള സാൻഹെഡ്രിനും അതുപോലെ പുരോഹിതന്മാർക്കൊക്കെ യേശുവിനോട് പ്രശ്നമുണ്ടായിരുന്നു. നമുക്കെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്.
കാരണം ഉപദേശ വിഷയത്തിൽ അവരുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുന്നതിലും നിനക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. റോമാക്കാർക്ക് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഘോഷിച്ചു, അത്രയുള്ള അത് അവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഈ വഴിയെ പോകുന്നവൻ എന്തായിരുന്നു പ്രശ്നം? അവൻ യേശുവായിട്ട് എന്താ പ്രശ്നം? യേശുവിനെ അറിയത്ത് പോലും ഇല്ലായിരിക്കും. അവനെ നോക്കി ഇവരും കളിയാക്കി സംസാരിക്കുക. അങ്ങനെ സകല നിന്നയും സഹിച്ച നമ്മുടെ കർത്താവ്, ആ കർത്താവ് അതേ ഒരു അനുഭവത്തിൽ കൂടെ ഈ ദൈവമക്കളും പൊക്കോണ്ടിരിക്കുക. കാണുന്നിടത്ത് വെച്ച് അടിക്കുക, തുപ്പുക, ഇതൊക്കെ ഈ ദൈവജനങ്ങൾ അനുഭവിച്ചു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ തന്നെ അവർ ഒളിച്ചിരിക്കേണ്ട അനുഭവം അവർക്ക് വന്നു. ഏത് സമയത്ത് അവർക്ക് മരണം സംഭവിക്കാം. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഇനി അങ്ങ് പോയേക്കാൻ തിരിച്ച്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി നമ്മൾ മരിച്ചു പോകും, നമ്മൾ ആഹാരമല്ല മരിച്ചാലേ അവർ നമ്മളെ കൊല്ലും, നമ്മളെ കണ്ടാൽ കല്ലെറിഞ്ഞു കൊല്ലുവരും. അങ്ങനത്തെ ഒരു ഭയം ഇവർക്കുണ്ടായിരുന്നത് കൊണ്ട് ഇവർ തിരിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം ഈ എഴുത്തുകാരനുണ്ടായി. അപ്പോൾ ഈ എഴുത്തുകാരൻ ഈ വിശ്വാസത്തെ നോക്കി പറയുക, നിങ്ങൾ നിങ്ങളുടെ പുറകോട്ട് ഒരു 4000 വർഷം പുറകോട്ട് നോക്ക്, നിങ്ങളുടെ പിതാക്കന്മാരെ ഒന്ന് നോക്ക്. അവർ ഓടിയെങ്കിൽ അവർ ജയിച്ചു, അവർ ജയിച്ചെങ്കിൽ നിങ്ങളും ജയിച്ചേ പറ്റൂ. അവർ ഓടി തങ്ങൾക്ക് കിട്ടിയ വാഗ്ദത്തം പ്രാപിച്ചു എങ്കിൽ നിങ്ങൾക്കും അത് പ്രാപിച്ചേ തീരൂ. ഇവിടെ നിങ്ങൾക്ക് തെറ്റി ഒഴിയാൻ പറ്റത്തില്ല. അവർ ഓടിയെങ്കിൽ നിങ്ങൾ ഓടി, നിങ്ങളുടെ പിതാക്കന്മാരായിരുന്നു. അവർ ഓടിയത് കൊണ്ട് അവര് വാഗ്ദത്തം പ്രാപിച്ചുവെങ്കിൽ നിങ്ങളും പ്രാപിച്ചേ തീരൂ. ഇതിൽ നിങ്ങൾക്കൊരു മാറ്റം വരുത്താൻ സാധിക്കുകയില്ല. അങ്ങനെ ചരിത്രം കൊണ്ട് പറഞ്ഞു കൊടുക്കുക. പിതാക്കന്മാരെ പറ്റി സംസാരിക്കുന്നു, അബ്രഹാമിനെ പറ്റി സംസാരിക്കുന്നു. അവൻ തന്റെ ഏകജാതനായ പുത്രനെ അർപ്പിച്ചു വിശ്വാസത്താൽ. ഇസഹാക്ക് തന്റെ മക്കളെ അനുഗ്രഹിച്ചു. യേശാവിനോടും യാക്കോബിനോടും വരുവാനുള്ളതിനെ പറ്റി അവൻ പ്രവചിച്ചു പറഞ്ഞു. യാക്കോബ് ഭരിക്കാൻ നേരത്ത് തന്റെ പുത്രനായ യോസേഫിന്റെ കൊച്ചുമക്കളെ അനുഗ്രഹിച്ചിട്ട് തന്റെ സ്വന്തം വടിമേൽ ഊന്നി ദൈവത്തെ സ്തുതിച്ചു മരിച്ചു എന്ന് വായിക്കുന്നു. യോസേഫ് താൻ മരിച്ചപ്പോൾ താൻ ഒരു ഭാവിയെ പറ്റി പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകും. ആ പോകുമ്പോൾ തന്റെ അസ്ഥികളെ പറ്റിയുള്ള ഒരു നിർദ്ദേശം കൂടെ കൊടുത്തിട്ട് അവൻ പോയി. മോശയുടെ കാര്യം പറയണ്ടല്ലോ. വിശ്വാസത്താൽ മോശ ജനിച്ചപ്പോൾ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. അവന് 3 മാസം ഒളിപ്പിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ വളർന്ന ശേഷം ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനായിട്ട് അത് വേണ്ടാന്ന് വെച്ചു. എന്തുകൊണ്ടാ? ദൈവത്തിൽ നിന്നുള്ള നിത്യമായ ഒരു പ്രതിഫലം കണ്ടുകൊണ്ട് തന്റെ ജനത്തിലൂടെ കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുക്കും. യോശുവ വിശ്വാസത്തോടെ എരിഹോ മതിലിന് ചുറ്റും നടന്നു. എരിഹോ മതിൽ വീണു. അവന് പല വിശ്വാസികളുടെ കാര്യം, റാഹാബ് ഹാർലറ്റ്, ഗിദയോൻ, ബാറാഖ്, സാംസൺ, ജെഫ്ത, ദാവീദ്, ശമൂവേൽ പ്രവാചകൻ, ദാനിയേല്, ഇങ്ങനെ പലരെ പറ്റി പറയുക. അവസാനം പറയുന്നത് ഒരു വലിയ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുന്നത്. അവർക്ക് പേരില്ല. Who through faith subdued kingdoms, worked righteousness, obtained promises, stopped the mouths of lions. ഇവർക്കൊന്നും പേരില്ല. അഗ്നിയുടെ ശക്തിയെ കെടുത്തിയവർ, പലരും വാളാൽ അറുക്കപ്പെട്ടവർ. എന്നാൽ ചിലർക്ക് മരിച്ചുപോയ തന്റെ കുടുംബക്കാരെ തിരിച്ചു കിട്ടിയ സ്ത്രീകൾ. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുന്നത്, അവർ കല്ലെറിയപ്പെട്ടു, അവർ വാളാൽ അറുക്കപ്പെട്ടു, മൃഗങ്ങളുടെ തോൽ ധരിച്ചു, അവർ തിരഞ്ഞു നടന്നു, എവിടെ പോകണമെന്ന് അറിയത്തില്ല. ഈ മൃഗങ്ങളുടെ തോല് ധരിച്ച ഒരു അവസ്ഥയെ പറ്റി ഞാൻ നിങ്ങൾ ചിന്തിച്ചപ്പോൾ, നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ പണ്ട് നമ്മളെല്ലാം കേട്ട ഒരാളാണ് സാധു സുന്ദർ സിംഗ്. സാധു സുന്ദർ സിംഗിന്റെ കൂടെ
അവന്റെ ശിഷ്യനായിട്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് ഒരു കർത്താർ സിംഗ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഈ കർത്താർ സിംഗ് നേപ്പാളിൽ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു നേപ്പാളിൽ അദ്ദേഹത്തെ പിടിച്ചിട്ട് അവർ ഈ കൊല്ലുന്ന ഒരു രീതിയുണ്ട്. അവർ ഈ ഫ്രഷ് ആയിട്ടുള്ള ഡിയറിന്റെ സ്കിന്ന് എടുത്തിട്ട് അതിനെ പൊതിച്ചിട്ട് ഈ വ്യക്തിയെ കൊണ്ട് നല്ല ചൂടുള്ള മണലിനകത്തിടും. ഇട്ട് കഴിയുമ്പോൾ ഈ ചൂട് കൊണ്ട് ഈ സ്കിൻ അങ്ങ് ചുരുങ്ങിയിട്ട് ഈ വ്യക്തിയുടെ എല്ലാം ഒടിയാൻ തുടങ്ങും. അങ്ങനെ അവിടെ കിടന്ന് മരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ ഒരു കൈ പുറത്തായിരുന്നു. അപ്പൊ ആ മണൽമേൽ അദ്ദേഹം എഴുതി, ഞാനല്ല മരിക്കുന്നത്, മൃത്യുവാണ് മരിക്കുന്നത്. മരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയുടെ വിശ്വാസം കണ്ടോണം. മേനഹി മർറഹാഹു മഗർ മൃത്യു മർറഹാഹെ, ഞാനല്ല മരിക്കുന്നത്, മൃത്യുവാണ് മരിക്കുന്നത്. ഇങ്ങനെ കടന്നുപോയ അനേക വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക അവരുടെ മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ് ദേവദാസൻ. ഇവരെല്ലാം ഓടി വിജയിച്ചതുപോലെ നിങ്ങളും വിജയിച്ചേപ്പെട്ട് നിങ്ങൾ തിരിച്ചു പോകരുത്. നിങ്ങൾക്ക് കിട്ടിയ വലിയ ഒരു സ്ഥാനം നിങ്ങൾ ഇല്ലാതാക്കരുത്. അത് പാപത്തിന്റെ ആ ശക്തി, മുറുകെ പറ്റുന്ന ആ ശക്തി എല്ലാം വിട്ടിട്ട്, ഇതൊക്കെ ഒരു ഫോഴ്സാണ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി. അതിന്റെ ആ ശക്തികളെല്ലാം മാറ്റിയിട്ട് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവൻ സകലതും സഹിച്ചു. നമുക്ക് വേണ്ടി. അവനെ നോക്കിയാൽ നീയും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും നമ്മളെ കൊണ്ട് ദൈവം പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യിച്ചിട്ടുണ്ട്. എന്നാൽ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ തളർന്നു പോകുന്ന ഒരു അനുഭവം വരും. ഇന്ന് രാത്രിക്കാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയാനുള്ളത്, അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ പുറത്തു വരണം. ഒരു കാരണവശാലും ജീവിതത്തിന്റെ ഏത് സാഹചര്യവും, നമ്മുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, ദൈവവേലയിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ ആൾക്കാരോ ഒക്കെ നമ്മളെ ചിലപ്പോൾ പുച്ഛിക്കുന്നതായ ഒരു രീതിയായിരിക്കാം. എന്തായിരുന്നാലും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മൾ പറയാനുള്ളത്, ഒരു കാരണവശാൽ നമ്മുടെ വിശ്വാസം വിട്ടു പോകരുത്. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ മാത്രം നോക്കിയാൽ മതി. അവനിൽ മാത്രം ആശ്രയിച്ചാൽ മതി. ഈ പാരമ്പര്യം നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുത്തത്തില്ല. ഏതെങ്കിലും പാരമ്പര്യത്തിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ക്രിസ്തു മതം പോലെ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള മതം ലോകത്തിലില്ല എന്നുള്ളതാണ് ഈ എഴുത്തുകാരോട് ഈ ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുന്നത്. നമുക്ക് വലിയ പാരമ്പര്യമൊക്കെ പറയാൻ കാണും. അബ്രഹാമിന്റെ മക്കളാണെന്നും, ദാവീദ് ഞങ്ങളുടെ രാജാവായിരുന്നെന്നും, ശലോമോൻ പോലെയുള്ള മഹാജ്ഞാനികൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെന്നും ഒക്കെ പല പാരമ്പര്യം നിനക്ക് പറയാനുണ്ട്. എന്നാൽ അവരിലൊക്കെ ശ്രേഷ്ഠനായ കർത്താവിനെ നീ ഫോളോ ചെയ്യുന്നു. ആ ശ്രേഷ്ഠനായ കർത്താവിനെ നീ അനുഗമിക്കുമ്പോൾ അവൻ നമുക്ക് കാണിച്ചെന്ന മാതൃകയിൽ മാത്രം നിൽക്കുക. ഈ 12-ാം അധ്യായത്തില്, ഈ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നുള്ള രീതി അത് ആ വാക്യത്തിലുണ്ട്. ഫിലിപ്പീൻസ് 2:6 യോഹന്നാന്റെ സുവിശേഷം 1:9 അവൻ മരിച്ചു. അത് പിന്നെയും 12:2 പറയുന്നു. അത് തന്നെ ഫിലിപ്പിയർ 2:8 പറയുന്നു. കൊലോസ്യർ 1:18 പറയുന്നു. 1 പത്രോസ് 3:18 അവൻ മരിച്ചു. His death is shameful. അത് എബ്രായ ലേഖനം 12:2 പറയുന്നു. പിന്നെയും ഫിലിപ്പിയർ 2:8 പറയുന്നു. He is exalted and enthroned. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. 12:2 പിന്നെയും പറയുന്നു. അപ്പോൾ ഒരു ക്രിസ്റ്റോളജിക്കൽ കണ്ടന്റ് ഈ 12-ാം വാക്യത്തിലുണ്ട്. അവൻ സ്വർഗം വിട്ടു, ക്രിസ്തു ലോകത്തിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തുന്ന പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ 3 കാര്യങ്ങളും ക്രിസ്റ്റോളജിയുടെ വലിയൊരു ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡിയാണ്. അത് ഈ ഒരൊറ്റ വാക്യത്തിൽ കൊടുത്തിരിക്കുക. ഞാൻ ഇന്ന് രാത്രി ഒത്തിരി നേരം പ്രസംഗിക്കുന്ന തീരുമാനിച്ചു. ഇപ്പൊ 35 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാ. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വേല, നമ്മളെ വിളിച്ച വിളി, ഇതൊരു കാരണവശാലും നഷ്ടപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിലിടയാകരുത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് സാധാരണ വിളിയല്ല, ഒരു ഗ്ലോറിയസ് കോളിംഗ് എന്ന് അതിനെ പറയുന്നു.
ഒരു സ്വർഗീയമാകുന്ന വിളി. അത് ഏത് കാരണവശാലും, ഞാൻ മുമ്പേ ആ വ്യക്തിയുടെ കാര്യം പറഞ്ഞ പോലെ, സത്യം വന്നിട്ട് ഛേദം വന്നിട്ട് മാറാത്ത ഒരു വിശ്വാസി, അങ്ങനെയുള്ളവരാണ് ദൈവം നോക്കുന്നത്. കാരണം നമ്മുടെ കർത്താവ്, അവർ ലീഡർ, ഒരു പേടിയുള്ള ആളൊന്നുമില്ല. സത്യം എവിടെയും വിളിച്ചു പറഞ്ഞു. നീ യഹൂദന്മാരുടെ രാജാവോ? അതെ. ഒരു പേടിയില്ലായിരുന്നു. ആരോടാ പറയുന്നത്? പീലാത്തോസിനോട്. ഞാൻ തന്നെ യഹൂദൻ രാജാവ്. അവിടെ ഭയത്തിന്റെ ആവശ്യമില്ല, സത്യമായിരുന്നു. അവസാനം പീലാത്തോസിന് ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്നതാണ്? അതുപോലെ അറിയാൻ മേലാത്ത രാജാക്കന്മാരുടെ ഉള്ള ലോകത്തിലെ യേശു എന്ന് പറഞ്ഞ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹീസ് ദ പെർഫെക്റ്റർ. വിശ്വാസത്തിന്റെ ദായകനും പൂർത്തി വരുത്തുന്നവന്. അവനാ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കർത്താവ്, അതിന് പൂർത്തി വരുത്തുന്നത് നമ്മുടെ കർത്താവ് തന്നെ. ഏത് സാഹചര്യം നമ്മുടെ ചുറ്റിൽ വന്നാലും, എന്തെല്ലാം കാർമേഘങ്ങൾ നമുക്ക് ചുറ്റും വന്നാലും കലങ്ങിപ്പോകാതെ, ഇടറിപ്പോകാതെ, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി അതിന് ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കി, നിത്യതയില്ലാത്ത ഒരു രീതി നമുക്ക് വരരുത്. മുറുകെ പറ്റുന്ന പാപം, ഈ മുറുകെ പറ്റുന്ന പാപം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ, ഇപ്പൊ ഈ ചൂത് കളിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല ചുമ്മാ കൊണ്ട് കാശ് കളിച്ച് കളയുന്നു. നമ്മുടെ അടിച്ചീട്ട് കളി എന്നൊക്കെ പറയുന്നു. അതൊരു എഡിക്ഷനാണ്. എനിക്കൊരു കൂട്ടുകാരനാണ് ലോസ് ആഞ്ചലസ്, വെള്ളക്കാരനാണ്. അവൻ മിക്കവാറും ഒക്കെ ഈ ലോസ് വേഗസ് പോകും കളിക്കാൻ. ഭയങ്കര ബുദ്ധിയാണ് മനുഷ്യന്. അവൻ അവിടെ പോയി അവിടുത്തെ ആ കളികളിലെല്ലാം അവന്റെ കോഡ്സ് എല്ലാം പുള്ളി മനസ്സിലാക്കും. അതിന്റെ കണക്കുകൾ ബ്രെയിൻ കൊണ്ട് തന്നെ കണക്ക് കൂട്ടും. ഇന്ന പോലെ കളിച്ചാൽ എനിക്ക് ഇന്ന പോലെ കാശ് കിട്ടും. അവൻ എന്റെ കോഡ് ബ്രേക്ക് ചെയ്തെന്ന് ലോസ് വേഗസിലുള്ള കടക്കാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവനെ ഇപ്പൊ ആ ഏറിയായി കയറ്റത്തില്ല. എന്താ? അവൻ എന്റെ കോഡ് മനസ്സിലായി. പക്ഷെ അവനവിടെ പോകാതിരിക്കാൻ വയ്യാത്ത രീതി വന്നു. കാരണം അവൻ അങ്ങ് എഡിക്റ്റഡ് ആയിപ്പോയി. ഡ്രഗ് അഡിക്ഷൻ അങ്ങനെ തന്നെ. അവർക്ക് അത് എഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കാരണവശാലും പോകത്തില്ല. ലോട്ടറി ടിക്കറ്റ് മേടിക്കുന്നവർ കണ്ടിട്ടുണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് ലോട്ടറി ടിക്കറ്റ് മേടിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം എനിക്ക് ഒത്തിരി കാശ് ഒരുമിച്ച് കിട്ടും, ഈ കളഞ്ഞ കാശെല്ലാം എനിക്ക് തിരിച്ച് കിട്ടുന്നൊരു വിശ്വാസം. അതാണ് പാപം നമ്മളോട് ചെയ്യുന്ന ഒരു കാര്യം. ഇത് നമുക്കെല്ലാം ഒരു ദിവസം തിരിച്ചു കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഈ പാപം പറഞ്ഞ് പഠിപ്പിക്കുക. എന്നാൽ ഒരു ദിവസം നീ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ നീ പിന്നെ ഒരിക്കലും ലോട്ടറി ടിക്കറ്റ് മേടിക്കാൻ പോവുകയില്ല. നീ ഒരിക്കലും ചീട്ട് കളിക്കാനോ ചൂത് കളിക്കാനോ കള്ളു കുടിക്കോ അല്ലെങ്കിൽ ഡ്രഗ്സ് എടുക്കാനോ നീ പോകത്തില്ല. യേശുവാണ് നിന്റെ ജീവിതത്തിലെ പിന്നെ ആ പെർഫെക്ഷൻ വരുത്തുന്നത്. ആ മുറുകെ പറ്റുന്ന പാപം വിട്ടിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരത ഓടണം. കാരണം കർത്താവ് ഓടി തികച്ചു. അവൻ നമ്മളെ പഠിപ്പിച്ചു, അവൻ നമ്മളെ സ്നേഹിച്ചു. അവനെ വിട്ട് ഒരിക്കലും നമ്മൾ വിട്ടുപോകുന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ എഴുത്തുകാരൻ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾക്ക് എഴുതി പഠിപ്പിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഒരു കാരണവശാലും നമ്മളെ ദൈവം വിളിച്ച വിളി മനസ്സിലാക്കി. ദിസ് ഈസ് എ ഗ്ലോറിയസ് കോളിംഗ്. ഇത് സാധാരണ വിളിയല്ല കേട്ടോ. ഇത് ചുമ്മാതെ വിളിച്ചിട്ട് വഴിയിലിട്ട് പോകുന്ന കർത്താവല്ല. നമ്മളെ ഒരു വലിയ സ്വർഗീയ വിളിയല്ല അവൻ വിളിച്ചു. ഏതെല്ലാം ജീവിതത്തിൽ വന്നാലും യേശുവിനെ വിട്ടുപോകുന്നൊരു അനുഭവം നമുക്ക് ഉണ്ടാകരുതെന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുക. നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. ഞങ്ങളുടെ കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി ഇന്നതെന്ന് മനസ്സിലാക്കി കർത്താവേ, ഒരു കാരണവശാലും നിന്നെ വിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകുന്നൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ നാഥ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കും. ഞങ്ങളുടെ ഏത് സാഹചര്യത്തിലും അങ്ങേ പ്രസാദിപ്പിച്ച വിശ്വാസം നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓട്ടം ശ്രദ്ധയോടെ ഓടുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ ഒരുക്കണോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാതകളെ അവിടെ നേരെയാക്കണമേ കർത്താവേ. സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളെ കർത്താവെ ഇന്ന് എത്രത്തോളം നടത്തിയ കൃപയ്ക്കായ സ്തോത്രം. മേലാലും നടത്തുന്ന യേശുവിന്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്തു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഡോക്ടർ സാം ചാക്കോ. ഇന്ന് രാത്രിയിൽ
പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇത് രാത്രിയിൽ സ്തോത്രം വളരെ ശക്തമായി നമ്മെ ദൈവാത്മാവ് തൊട്ടിരിക്കുക. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ആക്കിയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, ആ സമൂഹത്തെക്കുറിച്ചാണ് കർത്താവിന്റെ ദാസൻ പറഞ്ഞത്. കാലാളുകളെയും